നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. സ്വർണ്ണക്കടത്തിൽ ADGP P വിജയന് ബന്ധമുണ്ടെന്ന് വ്യാജമൊഴി നൽകിയത് ക്രിമിനൽ കുറ്റമെന്ന് കണ്ടെത്തൽ. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുവെന്നും PV അൻവർ. വഖഫ് മാഫിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമിക്കൊള്ളയെന്നും ഇപ്പോൾ നടപ്പാക്കുന്നത് സാമൂഹിക നീതിയെന്നും പ്രധാനമന്ത്രി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ ബംഗാളിൽ വീണ്ടും സംഘർഷം. പൊൻകണി കണ്ട് വിഷു ആഘോഷിച്ച് മലയാളികൾ. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമൃതപുരിയിലും വിപുലമായ ആഘോഷം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ പ്രതിഷേധ കണിയൊരുക്കി ആശാവർക്കർമാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായതോടെ സമരം ശക്തമാക്കി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. കറുപ്പണിഞ്ഞും ചോര കൊണ്ട് പോസ്റ്റർ എഴുതിയും പ്രതിഷേധം. കൊല്ലം കോർപ്പറേഷനിൽ ലക്ഷങ്ങൾ ചെലവിട്ടിട്ടും പൂർത്തിയാകാതെ അറവുശാല. നിർമ്മാണം നടത്തിയ കരാർ കമ്പനിയുടെ വീഴ്ചകളും നടത്തിപ്പിലെ പാളിച്ചയും തിരിച്ചടിയായി. ടോപ് 10 സ്പെഷ്യൽ. ചരിത്രമെഴുതിയ ബ്ലൂ ഓർജിന്റെ NS-31 ദൗത്യം വിജയകരം. സംഘത്തിലെ എല്ലാവരും വനിതകളായ ആദ്യ ബഹിരാകാശ ദൗത്യം. വിക്ഷേപണം നടത്തിയത് ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിൽ. പോപ്പ് ഗായിക കാറ്റി പെറിയും ദൗത്യ സംഘത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ലക്നൌവിനെതിരെ ചെന്നൈക്ക് 167 റൺസ് വിജയലക്ഷ്യം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ചെന്നൈക്ക് ജയം അനിവാര്യം. IPL വാതുവെപ്പിൽ ഡൽഹിയിൽ 5 പേർ അറസ്റ്റിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. സ്റ്റോറി ഓഫ് ദി ഡേ. ആസ്വദിക്കാം തനി നാടൻ സായന്തനത്തിന്റെ സ്വീകരണം. വിശദമായി നോക്കാം. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകി. ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന്റെ പേരിലാണ് നടപടി. കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P വിജയന് ബന്ധമുണ്ടെന്ന് MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് തെറ്റായി മൊഴി നൽകിയിരുന്നു. MR അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് കേസെടുക്കാൻ ശുപാർശ വരുന്നത്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. P വിജയൻ IPS-നെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ADGP MR അജിത് കുമാറിനെതിരെ നിർണായക നീക്കം നടത്തുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. P വിജയനെതിരെ MR അജിത് കുമാർ നൽകിയത് വ്യാജമൊഴിയാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേസെടുക്കാനാണ് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ നൽകിയ മൊഴിയിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P വിജയന് ബന്ധമുണ്ട് എന്ന ആരോപണം MR അജിത് കുമാർ നടത്തിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ P വിജയന് ബന്ധമുണ്ട് എന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുള്ളതായാണ് അജിത് കുമാർ മൊഴി നൽകിയത്. ആ മൊഴിയുടെ പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് ആരോപണം വിവാദമായത്. തനിക്കെതിരെ വ്യാജമൊഴി നൽകിയതിന് അജിത് കുമാറിനെതിരെ P വിജയൻ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതിയിൽ അന്വേഷണം നടത്തിയ DGP വ്യാജമൊഴിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയിരിക്കുന്നത്. തെറ്റായ മൊഴി ഒപ്പിട്ട് നൽകിയെന്നും ഇത് ഗുരുതര ക്രിമിനൽ കുറ്റമാണെന്നും DGP ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. DGP ഷേഖ് ദർവേസ് സാഹിബ് ജൂണിൽ വിരമിക്കുന്ന ഒഴിവിലേക്ക് പുതിയ DGPമാരുടെ പാനലിൽ MR അജിത് കുമാറും ഉണ്ട്.
വിജിലൻസ് അന്വേഷണം പോലും അവഗണിച്ചുകൊണ്ടാണ് എം.ആർ. അജിത് കുമാറിന്റെ പേര് DGP പട്ടികയിലേക്ക് സർക്കാർ നൽകുന്നത്. എന്നാൽ വ്യാജമൊഴിയുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനവും നിർണായകമാകും. പല ഘട്ടങ്ങളിലും തന്റെ വിശ്വസ്തനായ എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് മുന്നണിക്കുള്ളിൽ പോലും വിമർശനം ഉയരുമ്പോഴാണ് വീണ്ടും സർക്കാരിന് മേൽ സമ്മർദ്ദമുയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എം.ആർ. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകൻ എന്ന മുൻ നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുവെന്നും അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്നും SFIO കേസിൽ ഒരു ചുക്കും നടക്കില്ലെന്നും PV അൻവർ മലപ്പുറത്ത് പ്രതികരിച്ചു. ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം മുൻ അനുഭവങ്ങൾ അതാണ്. എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് എം.ആർ. അജിത് കുമാർ. മറ്റതൊന്ന് മരുമകനാണ്. ഒരു മകനാണ് ഇപ്പോ KM എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. വഖഫിന്റെ പേരിൽ നടക്കുന്നത് ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് നിയമം പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സാമൂഹിക നീതിയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഹരിയാനയിലെ ഹിസാറിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം ഉയർത്തിക്കാട്ടിയും വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുകയാണെന്ന് മോദി ആരോപിച്ചു. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ടെന്നും ഇതെല്ലാം ദരിദ്രർക്ക് പ്രയോജനപ്പെടേണ്ടതായിരുന്നുവെന്നും മോദി പറഞ്ഞു. ഹിസാറിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. भला होना चाहिए था, लेकिन इससे मुट्ठी भर भू माफिया का कोई भला हुआ. पसमानदा मुस्लिम इस समाज को कोई फायदा नहीं हुआ. और ये भू माफिया किसकी जमीन लूट रहे थे? ये दलित की जमीन लूट रहे थे, पिछड़ों की जमीन लूट रहे थे, आदिवासी की जमीन लूट रहे थे. ഭൂമാഫിയയാണ് വഖഫ് ഭൂമിയുടെ ഗുണം നേടിയതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നിയമം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ സഹായിക്കുമെന്നും പറഞ്ഞു. ദരിദ്രർക്കും പസ്മാൻഡ മുസ്ലിങ്ങൾക്കും അർഹമായ അവകാശങ്ങൾ ലഭിക്കും. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും കോൺഗ്രസ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരായി മാറിയെന്നും മോദി കുറ്റപ്പെടുത്തി. ഡോക്ടർ അംബേദ്കർ സംവിധാൻ കെ സംരക്ഷക് थे. कांग्रेस संविधान की भक्षक बन गई है. कांग्रेस ने देश में വോട്ട് ബാങ്ക് का വൈറസ് ഫെലാ ദിയ. അംബേദ്കർ സമത്വം കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ അംബേദ്കറിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് മോദി വ്യക്തമാക്കി. അംബേദ്കറിന്റെ ജന്മദിനാഘോഷത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മോദിയുടെ കുറ്റപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. വഖഫ് ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ ബംഗാളിൽ വീണ്ടും സംഘർഷം. പർഗാനാസിൽ പ്രതിഷേധക്കാർ പോലീസ് വാഹനം കത്തിച്ചു. 8 പോലീസുകാർക്ക് പരിക്കേറ്റു. കൊൽക്കത്തയിലേക്ക് നടത്തിയ പ്രതിഷേധ റാലി പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാർ ഒട്ടേറെ വാഹനങ്ങൾ തകർത്തു. നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണി കണ്ടുണർന്നാണ് മലയാളികൾ സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷത്തെ വരവേറ്റത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ കണി കാണാനായി വൻ ഭക്തജന തിരക്കായിരുന്നു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കിയാണ് വിഷു ആഘോഷിച്ചത്. കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും സമ്പൽ സമൃദ്ധിയുടെ ഉത്സവത്തെ വരവേറ്റു.
കണി കാണാനായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്കായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷുദർശനത്തിന് നിരവധി ഭക്തരാണെത്തിയത്. പുലർച്ചെ 3 മണിക്കാണ് വിഷുദർശനത്തിനായി നട തുറന്നത്. തിരക്ക് പരിഗണിച്ച് സുരക്ഷയും ശക്തമാക്കിയിരുന്നു. വിഷുപുലരിയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ നിരവധി പേരെത്തി. പരമ്പരാഗതമായ ആചാരങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ വിഷുദിന ചടങ്ങുകൾ നടന്നത്. അതേസമയം ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഭക്തജനങ്ങളെ നമ്മൾ മാക്സിമം അധികം ആരെയും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കുറച്ച് പേരെ കയറ്റി ഇറക്കി അതിനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ പുലർച്ചെ 4 മണിക്കാണ് നട തുറന്ന് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. ഐശ്വര്യസമൃദ്ധിക്കായുള്ള അയ്യപ്പ ദർശനത്തിന്റെ പുണ്യം ഹൃദയത്തിലേറ്റുവാങ്ങി കൈനീട്ടവും വാങ്ങിയാണ് ഭക്തർ മലയിറങ്ങിയത്. ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണവും തുടങ്ങി. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ സൗഭാഗ്യം വർഷം മുഴുവൻ നിലനിൽക്കണേ എന്നാണ് വിശ്വാസവും പ്രാർത്ഥനയും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിൽ വിഷു ആഘോഷിച്ചു. മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും അമ്മയുടെ ഭക്തരും ആഘോഷത്തിൽ പങ്കെടുത്തു. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു എന്നും ഈശ്വരനിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുമുള്ള ആധ്യാത്മികതയുടെ അന്തസ്സത്തെയാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശമെന്നും സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിഷു ദിനാഘോഷത്തിൽ വിഷുദിന സന്ദേശം നൽകുകയായിരുന്നു അമ്മ. പരസ്പര സ്നേഹത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂവെന്നും വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്നും അമ്മ വിഷുദിന സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. വിഷുദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിഷുത്തൈനീട്ടം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച വിഷുത്തൈനീട്ടം പദ്ധതിയിലൂടെ വർഷം തോറും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് അയുധ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വച്ചുപിടിപ്പിക്കുന്നത്. ഈ വർഷം തായ്മണ്ണും തനത് വിത്തും എന്ന സന്ദേശത്തോടെ ആചരിക്കുന്ന വിഷുത്തൈനീട്ടം പദ്ധതി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കിയും മണ്ണിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്താൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്ലാസ്റ്റിക് സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത്. വരും വർഷങ്ങളിലും സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിലൂടെ ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്നും പരിപാടിയിൽ പങ്കെടുത്ത അയുധ് പ്രതിനിധികൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വിഷുദിന സന്ദേശത്തിൽ പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂ എന്നും അമ്മ ഓർമ്മിപ്പിച്ചു. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു. ഈശ്വരശക്തി തന്നെയാണ് പ്രകൃതിയും മനുഷ്യനുമായി പരിണമിച്ചിരിക്കുന്നത്. ഈശ്വരനും ഒന്നും അന്യമല്ലെന്നുള്ള ആത്മീയതയുടെ അന്തസത്തയാണ് വിഷു നൽകുന്ന സന്ദേശം. മതവും ആധ്യാത്മ്യവും അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ വ്യക്തിയുടെയും ആത്മസത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആത്മപ്രകാശന വെളിച്ചം ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സ്നേഹമായും കാരുണ്യമായും ക്ഷമയായും സഹനശക്തിയായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിയായൊരു മതവിശ്വാസിയിലെ ഈശ്വരവിശ്വാസിയുമാകുന്നത്. വിഷു ആഘോഷിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ്: പരാശ്രയം, സ്വാതന്ത്ര്യം, പരസ്പരാശ്രയം. ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും എന്തിനെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അഹങ്കാരത്തെ പിടിയിൽ നിന്ന് മോചിതരായാൽ നമ്മൾ സ്വതന്ത്രരാകും. നല്ലതിനെയും ചീത്തയും നമുക്ക് ഒരേപോലെ പുഞ്ചിരിയുടെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഈശ്വരനും ഞാനും വേറല്ല, ഞാനും പ്രകൃതിയും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു എന്ന സത്യം ബോധ്യമാകുകയും ചെയ്യും. ഇതാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശം. ശരിയായ സേവനമാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തി. മനുഷ്യൻ പ്രകൃതിയെ സേവിക്കുമ്പോൾ
പ്രകൃതി മനുഷ്യനെ സേവിക്കുന്നു. മനുഷ്യ മൃഗങ്ങളെയും സസ്യങ്ങളെയും സേവിക്കുമ്പോൾ അവ തിരിച്ച് നമ്മളെയും സേവിക്കും. ഇതേ മനോഭാവമായിരിക്കണം സംഘടനയിലെ അംഗങ്ങളിലും കുടുംബാംഗങ്ങളിലും നമുക്കുണ്ടാകേണ്ടത്. പരസ്പരം അറിഞ്ഞുള്ള സേവനം, സ്നേഹം, വിശ്വാസം എന്നിവ ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാതാ അമൃതാനന്ദമയി മഠം യുവജന വിഭാഗം അമൃത യുവധർമ്മധാര അയ്യൂത്ത് തിരുവനന്തപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷിച്ചു. ആജീവനാന്തകാലം നമ്മെ അന്നമൂട്ടുന്ന പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി കൈനീട്ടത്തിന് പകരം തൈനീട്ടം നൽകിയാണ് അയ്യൂത്ത് വിഷു ആഘോഷിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഭക്തർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ട്രസ്റ്റുമായി ചേർന്നാണ് അയ്യൂത്ത് വിഷു തൈനീട്ടം സംഘടിപ്പിച്ചത്. കാർഷിക സംസ്കാരത്തിന്റെ നന്മ വിളിച്ചോതി മലയാളി വിഷു ആഘോഷിക്കുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് അമ്മയുടെ കൈനീട്ടമായി വിഷു തൈനീട്ടം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിലാണ് വളയനാട് ദേവീക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിഷു തൈനീട്ടം നൽകിയത്. ജീവിത വിജയങ്ങൾ കൈപ്പിടിയിലൊതുക്കുമ്പോഴും പ്രകൃതിയെ മറക്കരുത് എന്ന അമ്മയുടെ സന്ദേശം ഓരോ വർഷവും നടപ്പാക്കുകയാണ് അമൃത യുവധർമ്മധാര. കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന വിഷുത്തൈനീട്ടം മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെയ്ക്ക് സ്വാമിജി വിഷുത്തൈ കൈമാറി. ഭൂമിയുടെ ശ്വാസകോശമാണ് വൃക്ഷങ്ങളെന്നും എന്തിന്റെ പേരിലായാലും അവ നശിപ്പിക്കരുത് എന്നും സ്വാമിജി പറഞ്ഞു. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമായതുകൊണ്ട് അമ്മ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞു വിഷുക്കണിയോടൊപ്പം വൃക്ഷക്കണിയും കൂടി വെക്കാൻ പറഞ്ഞു. അത് കണ്ട് നമ്മൾ ഉണരുമ്പോൾ ഈ നന്മയുടെ അംശം നമ്മളെ മക്കൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. വലിയൊരു നന്മ അവരെ കൊണ്ട്, നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ അതിനെ നടിയിപ്പിക്കുക, എന്നിട്ട് അതിന് വെള്ളം ഒഴിപ്പിക്കുക. അവർക്ക് ആ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടട്ടെ. ഈ മണ്ണിനോടൊരു ബന്ധം വേണം. ഈ മണ്ണുമായിട്ടുള്ള ബന്ധം പോകുന്നതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടത് ഇനി അനിവാര്യമായൊരു കാര്യമാണ്. കാരണം അതിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതിൽ നമ്മൾ വ്യത്യസ്തമാകുമ്പോൾ മനുഷ്യന് അശാന്തി പടരും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള വലിയ സന്ദേശമാണ് വിഷുത്തൈനീട്ടം പരിപാടിയിലൂടെ അമ്മ നൽകുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെ കൂട്ടിച്ചേർത്തു. ദേവസ്വം വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. കാരണം നമ്മളായിട്ട് മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ഭാരവാഹികൾ നമ്മളായിട്ട് വന്നു കാര്യങ്ങൾ സംസാരിച്ചപ്പം ദേവസ്വനെ സംബന്ധിച്ച് പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും, ജീവനക്കാർക്ക് മാത്രമല്ല കമ്മിറ്റി എല്ലാ ആളുകൾക്കും വളരെ ഒരു നല്ല അഭിപ്രായമായിട്ടാണ് തോന്നിയത്. ക്ഷേത്രത്തിലേക്ക് എത്തിയ നൂറുകണക്കിന് ഭക്തരാണ് ഫലവൃക്ഷത്തൈകൾ ഉൾപ്പെടെയുള്ള വിഷുത്തൈനീട്ടവുമായി മടങ്ങിയത്. അമൃത യുവധർമ്മധാര സംസ്ഥാന കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ, ക്ഷേത്ര മാനേജർ കൃഷ്ണകുമാർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. എല്ലാവരുടെ അടുത്ത് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഉപഭോഗം കൂടുന്നു, നമ്മൾ എടുക്കുന്നതിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള സൂചനകളെല്ലാം തന്ന സമയത്ത് അമ്മ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. 10 വർഷം മുമ്പ് അമ്മ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. അയ്യൂത്ത് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഹരിവിജയൻ സ്വാഗതവും റോമിന മനോജ് നന്ദിയും പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. അമൃത യുവധർമ്മധാര തിരുവല്ല ഘടകം സംഘടിപ്പിച്ച വിഷുത്തൈനീട്ടം പ്രൗഢഗംഭീരമായി നടന്നു. പൂജനീയ സ്വാമിനി ഭവ്യാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര താരവും മികച്ച കർഷകനുമായ കൃഷ്ണപ്രസാദ് വൃക്ഷത്തൈ കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാറിന് നൽകി ഉദ്ഘാടനം ചെയ്തു. പറവകൾക്കുള്ള പാനപാത്ര വിതരണ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ അഡ്വക്കേറ്റ് വിനു തോമസ് നിർവഹിച്ചു. അയ്യൂത്ത് മെന്റർ K രംഗനാഥ് കൃഷ്ണ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമ്യ പ്രേംകുമാർ, ജോയ് ആലുക്കാസ്, മാൾ മാനേജർ ഷെൽട്ടൺ റാഫേൽ, AG സുശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എല്ലാവർക്കും വിഷുക്കൈനീട്ടവും മുളപ്പിച്ച പച്ചക്കറി തൈകളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. കോട്ടയം പുല്ലരിക്കുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ വിഷു വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാമിനി നൈവേദ്യാമൃത ചൈതന്യ ലളിത സഹസ്രനാമാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിഷു സന്ദേശവും നൽകി. ശനിദോഷ നിവാരണ ഹോമം, ശനീശ്വരാർച്ചന, ഭജന, ആരതി, പ്രസാദ വിതരണം, വിഷു കൈനീട്ടം, വിഷു തൈനീട്ടം എന്നിവയും നടന്നു. കേരള ആരോഗ്യ സർവകലാശാലയുടെ MD കമ്മ്യൂണിറ്റി മെഡിസിൻ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ ഗായത്രിയെ ചടങ്ങിൽ അനുമോദിച്ചു. വിഷു സദ്യയും ഒരുക്കിയിരുന്നു.
അതിജീവന പോരാട്ടം തുടരുമ്പോഴും സമരപന്തലിൽ പ്രതിഷേധ കണിയൊരുക്കി ആശാവർക്കർമാർ 2 മാസം പിന്നിട്ട സമരം ശക്തമാക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വീടുകളിൽ കണിയൊരുക്കി വിഷു ആഘോഷിക്കാൻ കഴിയാത്തതിനാൽ സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കി പ്രതിഷേധിക്കുകയായിരുന്നു ആശാവർക്കർമാർ. നിരവധി പേരാണ് ആശാവർക്കർമാർക്ക് വിഷുക്കൈനീട്ടം പോസ്റ്ററിലൂടെ അയച്ചു നൽകിയത്. സമരപ്പന്തലിൽ കഴിയുന്ന ആശാവർക്കർമാരുടെ മക്കളും ബന്ധുക്കളും വിഷു ആഘോഷിക്കാൻ സമരപ്പന്തലിലേക്ക് എത്തി. വീട്ടിൽ ഈ പ്രാവശ്യം ആഘോഷമൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെറുതായിട്ട് ആഘോഷിക്കും. പക്ഷേ എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും 1000 രൂപ കൈനീട്ടം കൊടുക്കാനുള്ള ഭാഗ്യം ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു കൃഷ്ണനെയൊക്കെ ഒരുക്കി വീട്ടിലൊക്കെയാണ് അതൊക്കെ ആഘോഷിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ ഒരുക്കിയെന്നേ ഉള്ളൂ. 2 മാസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധം ശക്തമാക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം സർക്കാർ അവഗണനയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭങ്ങൾക്കാണ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല. നിലമ്പൂരിൽ ഇത്തവണ UDF വിജയിക്കും. കോൺഗ്രസും UDFും ഒറ്റക്കെട്ടാണ്. അൻവർ UDFന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അൻവറിനെ ഒപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും നിലമ്പൂരിൽ നടത്തുകയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇത് കേരള സമൂഹം തിരിച്ചറിയും. പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക്, വീടുകളിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റ് പടിക്ക് സമരം നടത്തുകയാണ്. ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ്. ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമാണ് നാട്ടിൽ വളർന്നു വരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായതോടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഇന്ന് കറുപ്പണിഞ്ഞും ചോര കൊണ്ട് പോസ്റ്റർ എഴുതിയും അവർ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. വളരെ കഠിനമായ പ്രതിഷേധമുറകളാണ് ഉദ്യോഗാർത്ഥികൾ സ്വീകരിക്കുന്നത്. കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും കണ്ണുകെട്ടി ഏത്തമിട്ടുമൊക്കെ ഇവർ പ്രതിഷേധിച്ചിരുന്നു. അതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. സ്വന്തം കൈത്തണ്ടയിൽ നിന്നും രക്തമെടുത്ത് അവർ പ്രതിഷേധ പോസ്റ്റർ എഴുതി. ഈ മാസം 19-ന് വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതിനു മുൻപ് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സർക്കാർ ഇതുവരെ ഇവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പൂർത്തിയാകാതെ പൂട്ടിക്കിടക്കുന്ന ഒരു അറവുശാലയുണ്ട് കൊല്ലത്ത്. കൊല്ലം കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള നഗരത്തിലെ അറവുശാലയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്നത്. നിർമ്മാണ ജോലികൾ ഏൽപ്പിച്ച കരാർ കമ്പനിയുടെ വീഴ്ചകളും നടത്തിപ്പിലെ പാളിച്ചകളുമാണ് തിരിച്ചടിയായത്. അഷ്ടമുടിക്കായലിനു തീരത്ത് കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് സമീപമാണ് അറവുശാല സ്ഥാപിച്ചത്. നഗരത്തിൽ വിൽപ്പന നടത്തുന്ന മാംസം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഇത്. എന്നാൽ അറവുശാല പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിലെ പാളിച്ചകൾ പൊതുജനം തിരിച്ചറിഞ്ഞത്. അറവുശാലയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് ദുർഗന്ധവും മാലിന്യ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടി. അറവുശാലയിൽ മാലിന്യ സംസ്കരണത്തിൽ കോർപ്പറേഷൻ വരുത്തിയ വീഴ്ചകളാണ് ഇവിടെ തിരിച്ചടിയായത്. മാലിന്യം സംസ്കരിക്കുന്നതിനു സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തനരഹിതമാവുകയും രക്തവും അവശിഷ്ടങ്ങളും അഷ്ടമുടിക്കായലിലേക്ക് ഒഴുകുന്നതും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നത്തിനിടയാക്കി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെട്ടതിനെ തുടർന്നാണ് പുതിയ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്ലാന്റ് നിർമ്മാണം തുടങ്ങിയതോടെ അറവുശാല അടച്ചു. അത്യാധുനിക സംവിധാനം എന്നു പറഞ്ഞാണ് പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. 26 ലക്ഷം രൂപ പ്ലാന്റിനു ചെലവായി. അരീന ഹൈജീൻ സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് കരാർ നൽകിക്കൊണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. കെട്ടിടങ്ങളുടെ നവീകരണം, ജനറേറ്റർ വാങ്ങൽ എന്നിവയുടെ പേരിൽ ലക്ഷങ്ങൾ വേറെയും ചെലവഴിച്ചു. പക്ഷേ ട്രയൽ റൺ നടത്തിയപ്പോൾ കാര്യങ്ങൾ പഴയ പോലെ തന്നെ. പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നിട്ടിറങ്ങിയപ്പോൾ കോടതിയും ഇടപെട്ടു. അറവുശാലയിൽ മാംസാവശിഷ്ട സംസ്കരണ പ്ലാന്റ് കൃത്യതയോടെ സ്ഥാപിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച ശേഷം മാത്രം ഇത് പ്രവർത്തിപ്പിച്ചാൽ മതിയെന്ന് കോടതിയും ഉത്തരവിട്ടു.
കരാർ കമ്പനി വരുത്തിയ വീഴ്ചയാണ് ഇതിനൊക്കെ കാരണം എന്ന് തിരിച്ചറിഞ്ഞിട്ടും അരീന ഹൈജീൻ സൊല്യൂഷൻസ് എന്ന കമ്പനിക്കെതിരെ യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. കരാർ കമ്പനിയോടുള്ള കോർപ്പറേഷന്റെ അനുകൂല സമീപനം പദ്ധതിയിലെ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമാണെന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ആരോപണം. കോർപ്പറേഷന് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലും കരാർ കമ്പനിക്ക് ഒരു അവസരം കൂടി നൽകാനാണ് കോർപ്പറേഷൻ തീരുമാനം. ഇടയ്ക്കൊന്ന് തുറക്കും, പിന്നെ പ്രതിഷേധം കാരണം വീണ്ടും അടയ്ക്കും. ഇതിനായി കോടികളാണ് കോർപ്പറേഷൻ ചിലവഴിക്കുന്നത്. ഈ തുക മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടെ എന്നാണ് പ്രദേശവാസികളും ഇത് കാണുന്ന നമുക്കും തോന്നുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. അറവുശാല ഇവിടെ ഇനി വേണ്ട എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഭയന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ഈ ഒരു തീരുമാനത്തിലെത്തിയത്. പദ്ധതിയിലെ അഴിമതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് പൊതുപ്രവർത്തകരുടെയും തീരുമാനം. അവരുടെ പ്രതികരണങ്ങൾ കാണാം. ഇത്രയും മലിനീസമായിട്ട് നടത്തുന്ന ഒരു സ്ലോട്ടർ ഹൗസ് വേറെ എങ്ങുമില്ല. അശാസ്ത്രീയമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ കൊല്ലം തോടിൻ്റെയും നമ്മുടെ അഷ്ടമുടി കായലിൻ്റെയും വാട്ടർ ലെവല് വളരെ ഹൈയാണ്. ഈ ലെവലിൽ നിന്ന് 1 മീറ്ററേ ഉള്ളൂ. ഇപ്പം ഈ വേസ്റ്റ് മുഴുവനും വെട്ടി കുഴിച്ചിടുകയായിരുന്നു. ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും അന്നില്ലായിരുന്നു. നമ്മുടെ മേയറിന് ഏതെന്തോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും തുറക്കാനുള്ള പരിപാടികളായിട്ട് ഓരോ കാര്യങ്ങളും അവർ കൊണ്ടുവന്നു. അന്നൊക്കെ ഞങ്ങൾ എതിർക്കുകയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെയും കോർപ്പറേഷനും അത്രത്തോളം കപ്പാസിറ്റി ഇല്ല, ചെയ്തെടുക്കാനുള്ള ഒരു കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമായിരുന്നു. അന്ന് കുറച്ച് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് ശരിയാക്കി എടുക്കാമായിരുന്നു. പക്ഷെ അതിന് ഇത്രയും വർഷം, ഇപ്പോൾ 7 വർഷത്തോളം പൂട്ടിയിട്ട് എന്നിട്ടും ഗവൺമെൻറ് അത് ശരിയാക്കി എടുക്കാനുള്ള ഒരു മാർഗരേഖ കണ്ടുപിടിച്ചിട്ടില്ല. കോർപ്പറേഷന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടിങ്ങിൽ വെട്ടിപ്പ് നടത്തുക എന്നതാണ് പ്രധാന താല്പര്യം. കാരണം ഓരോ പ്രാവശ്യവും ഓരോ പദ്ധതികൾ ഈ സ്ലോട്ടർ ഹൗസുമായിട്ട് കൊണ്ടുവരിക, കുറച്ച് ചെലവഴിക്കുക, ബാക്കി എങ്ങോട്ട് പോകുന്നെന്ന് നമുക്ക് പോലും കണ്ടെത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അവരുടെ കുറേ ആൾക്കാരെ മറ്റെവിടെന്നെങ്കിലും കൊണ്ടുവന്ന് അവരെ എടുപ്പിക്കുക, കുറച്ച് പണി ചെയ്യുക, ഇതൊന്ന് ട്രയൽ നടത്തുമ്പോഴത്തേന് ഇത് പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. അതുപോലെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അവിടെ എടുത്തു വെച്ചിരിക്കുന്ന മിഷനറീസ് എല്ലാം തന്നെ അത് മൊത്തം തുരുമ്പെടുത്ത് പോയിരിക്കുന്നൊരവസ്ഥ. ഇനിയും വരണമെങ്കിൽ ഇത് ഒന്നേന്നും പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വീഴ്ച വരുത്തിയ കരാർ കമ്പനിക്ക് വീണ്ടും അവസരം നൽകുന്നതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് കൊല്ലം കോർപ്പറേഷനെതിരെയുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും ആരോപണം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് ചേരുന്നുണ്ട്. 2010 കൊല്ലം കോർപ്പറേഷൻ അറവുശാല നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2011 ഇതിനായുള്ള തുക വകയിരുത്തുകയും ചെയ്തു. പക്ഷേ ഈ തുക വളരെ വർഷങ്ങൾ ഈ നഗരസഭയുടെ അക്കൗണ്ടിൽ കിടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും നാൾ ഈ ഒരു പദ്ധതിക്കായി 1 രൂപ പോലും ചിലവഴിക്കാതെ ഈ തുക നഗരസഭ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പിന്നീട് 2018-19 വർഷങ്ങളിലൊക്കെയാണ് ഈ തുകയെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു അറവുശാലയുടെ നിർമ്മാണത്തെപ്പറ്റി ആശങ്കകളും മറ്റുമൊക്കെ ഉയർന്നു വരികയും ചെയ്തു. 2019-20, 2020-21 വർഷങ്ങളിലാണ് ഈ നഗരസഭ 2 പദ്ധതികൾ തയ്യാറാക്കി നഗരസഭ ഈ അറവുശാലയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, അറവുശാലയ്ക്ക് ആവശ്യമായ മരാമത്ത് പണികൾ, അതിലെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, ഇവിടെ ഉണ്ടാകുന്ന മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ സംബന്ധിച്ചായിരുന്നു. ഇതിന് രണ്ടിനുമായി ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഇതിനായി കോർപ്പറേഷൻ നിരവധി ടെൻഡറുകൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോടുള്ള അരീന ഹൈജീൻ സൊല്യൂഷൻസ് എന്ന കമ്പനി കരാർ ഏറ്റെടുക്കുകയും ആ കമ്പനിക്ക് കരാർ നൽകി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കരാർ ഏറ്റെടുത്ത ഈ കമ്പനി ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഇവർ കൃത്യമായി ഈ കരാർ ഏറ്റെടുത്ത് നടത്തിയോ എന്നുള്ള കാര്യത്തിലൊരു ആശങ്ക ഇപ്പോൾ ഉയരുന്നത്. കാര്യം, ഇവർ ഏകദേശം 25,21,000 രൂപ ഈ കോർപ്പറേഷനിൽ നിന്നും കൈപ്പറ്റി കഴിഞ്ഞു ഇതുവരെയുള്ള പണികൾക്കായിട്ട്. പക്ഷേ ഇതിനാവശ്യമായ പ്രധാന പണികൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന അറവുശാലയിലെ അറവ് മാലിന്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മലിനജലം ശുദ്ധീകരിച്ച് മാറ്റുക എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി നടന്നില്ല എന്നുള്ളതാണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ ഓരോ പഠന റിപ്പോർട്ടുകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും ഒക്കെ തെളിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഇവർക്ക് തന്നെ ഒരു കരാർ കൊടുത്ത് വീണ്ടും ഈ കരാർ പുതുക്കി കൊടുത്ത് ഇവർ ഈ ജോലികൾ കൃത്യമായി നടത്തുന്നുണ്ടോ എന്ന ഒരു മേൽനോട്ടത്തിലാണ് കോർപ്പറേഷൻ വീണ്ടും ശ്രമിക്കുന്നത്. അപ്പോൾ കരിമ്പട്ടികകൾ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ BJPയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു പ്രധാന കമ്പനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് വീണ്ടും ഈ കരാർ പുതുക്കി നൽകിക്കൊണ്ട്
വിലയിരുത്തിക്കൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്ന കോർപ്പറേഷൻ്റെ നീക്കത്തെ അത് വളരെ ആശങ്കയോടുകൂടിയാണ് ബി ജെ പി കൗൺസിലർമാരും കോൺഗ്രസ് കൗൺസിലർമാരും ഒക്കെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കൊല്ലം കോർപ്പറേഷനിൽ ലക്ഷങ്ങൾ ചെലവിട്ടിട്ടും പൂർത്തിയാകാതെ അറവുശാല. ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാം ആരോപണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്. ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ചു വനിതകൾ. സ്ത്രീകൾ മാത്രം സംഘാംഗങ്ങളായ ബഹിരാകാശ ദൗത്യം NS-31 വിജയം. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ബഹിരാകാശ പേടകത്തിലായിരുന്നു ദൗത്യം. വെസ്റ്റ് ടെക്സാസിൽ നിന്നാണ് ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് 31 റോക്കറ്റ് കുതിച്ചത്. 10 മിനിറ്റ് 21 സെക്കൻഡ് ദൗത്യം പൂർത്തിയാക്കിയാണ് ക്രൂ ക്യാപ്സ്യൂൾ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഭൂമിക്കും ബഹിരാകാശത്തിനുമിടയിലുള്ള അതിർത്തിയായ കർമാൻ ലൈനിന് മുകളിലൂടെയാണ് പേടകം സഞ്ചരിച്ചത്. ആമസോൺ സ്ഥാപകൻ ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള എയ്റോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിൻ അയച്ച ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിൽ 6 വനിതകളാണ് സഞ്ചരിച്ചത്. പ്രശസ്ത പോപ്പ് ഗായിക കാത്തി പെറി, അമേരിക്കൻ പത്രപ്രവർത്തക ഗെയിൽ കിങ്, നാസ മുൻ ശാസ്ത്രജ്ഞ ആയിഷ ബോ, പൗരാവകാശ പ്രവർത്തക അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കരിൻ ഫ്ലിൻ, ബൊസോസിന്റെ കാമുകിയും മാധ്യമപ്രവർത്തകയുമായ ലോറൻ സാഞ്ചസ് എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. ഇതാദ്യമായാണ് ഒന്നിലേറെ പേരുള്ള ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ക്രൂ അംഗങ്ങളെല്ലാം വനിതകളാകുന്നത്. യാത്രക്കാർക്ക് 4 മിനിറ്റ് വരെ ഭാരരഹിതാവസ്ഥ അനുഭവപ്പെട്ടു. തന്റെ യാത്ര മകൾക്കും ഒപ്പം മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ എന്ന് കാറ്റി പെറി പ്രതികരിച്ചു. വാലന്റീന തെരഷ്കോവയുടെ 1963 ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സ്ത്രീകൾ മാത്രം പങ്കാളികളാകുന്ന ബഹിരാകാശ ദൗത്യം ഇതാദ്യമായാണ്. എയ്റോസ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS റോക്കറ്റ് നടത്തിയ 11ാം മനുഷ്യ ബഹിരാകാശ ദൗത്യം കൂടിയാണ് NS-31. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇടവേളയ്ക്ക് ശേഷം ടോപ്പ് 10 തുടരും.
സംസ്ഥാനത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വയനാട് തുടരുന്ന ശക്തമായ മഴയിൽ ബത്തേരി, കോയിച്ചിറ മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാനും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 167 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ലക്നൌവിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ലക്നൌവിനായി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അതേസമയം പ്ലേ ഓഫ് നിലനിർത്താൻ ചെന്നൈക്ക് ജയം അനിവാര്യമാണ്. മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന നിലയിലാണ്. IPL വാതുവെപ്പ് കേസിൽ പ്രധാന സൂത്രധാരൻ ഉൾപ്പെടെ 5 പേർ ഡൽഹിയിൽ അറസ്റ്റിൽ. ഡൽഹി പോലീസ് വികാസ്പുരിയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 30 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പഞ്ചാബ്, ഹൈദരാബാദ് മത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു വാതുവെപ്പ്. വാതുവെപ്പിനെതിരെ ബംഗളൂരു പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 5 വ്യത്യസ്ത കേസുകളിലായി 1.15 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. നേരത്തെ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ആവശ്യം അംഗീകരിക്കാതെ തള്ളിയിരുന്നു. തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ N പ്രശാന്ത് വീണ്ടും. ഹിയറിംഗിന്റെ ലൈവ് സ്ട്രീമിംഗ് ആദ്യം ചീഫ് സെക്രട്ടറി സമ്മതിച്ചിരുന്നുവെന്നും പിന്നീടാണ് പിന്മാറിയതെന്നും N പ്രശാന്ത് ആരോപിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ 2 നോട്ടീസുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ് N പ്രശാന്ത് രംഗത്ത് വന്നത്. ബുധനാഴ്ച ഹിയറിംഗിനായി ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് വീണ്ടും N പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാനായി ഹിയറിംഗിന് വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്ന് ഫെബ്രുവരി 10-ാം തീയതി രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ഏപ്രിൽ 4-ന് ചീഫ് സെക്രട്ടറിയുടെ കത്ത് കിട്ടിയിരുന്നു. പിന്നീട് ഏപ്രിൽ 11-ാം തീയതി ലൈവ് സ്ട്രീമിംഗ് സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി മറ്റൊരു കത്തയച്ചു. 7 ദിവസം കൊണ്ട് നിലപാടിൽ നിന്ന് ചീഫ് സെക്രട്ടറി മലക്കം മറിഞ്ഞു എന്നാണ് N പ്രശാന്ത് ആരോപിക്കുന്നത്. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് തനിക്ക് കിട്ടിയ 2 നോട്ടീസും പങ്കുവച്ചുകൊണ്ടാണ് വിചിത്രമായ 7 രാത്രികൾ എന്ന പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താൻ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ വിചിത്രമായ ആവശ്യം എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ അങ്ങനെ നിലപാടെടുത്തതെന്നും N പ്രശാന്ത് ആരോപിക്കുന്നു. മാധ്യമങ്ങളെ വിമർശിച്ചും ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനെ കുറ്റപ്പെടുത്തിയുമാണ് N പ്രശാന്ത് രംഗത്ത് വരുന്നത്. എന്നാൽ 16-ാം തീയതി ഹിയറിംഗിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രത്നവ്യാപാരി മെഹുൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തു. CBIയുടെ അപേക്ഷയിലാണ് അറസ്റ്റ്. ചോക്സിയെ ഇന്ത്യക്ക് ഉടൻ കൈമാറും. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലുക്കിയ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി രക്ഷപ്പെട്ട മെഹുൽ ചോക്സി ഒടുവിൽ ബെൽജിയം പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. CBIയുടെ അപേക്ഷയിൽ ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് 65-കാരനായ ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. 2018-ലും 2021-ലുമായി മുംബൈ കോടതി പുറപ്പെടുവിച്ച 2 അറസ്റ്റ് വാറണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ചോക്സിയെ പിടികൂടിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു. നിലവിൽ ബെൽജിയം ജയിലിലാണ് ചോക്സിയുള്ളത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഏജൻസികൾ സംയുക്തമായാണ് അന്വേഷണം നടത്തിയിരുന്നത്. മെഹുൽ ചോക്സിക്കെതിരെ നേരത്തെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തഹാവൂർ റാണയ്ക്ക് പിന്നാലെ മെഹുൽ ചോക്സിയെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിലൂടെ മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്.
मेहुल चौकसी गिरफ्तारी होनी ही थी, कब तक बचते? ये नरेंद्र मोदी जी की सरकार है, किसी को छोड़ती नहीं है. PNBയിൽ നിന്ന് 13,500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിൽ ചോക്സിയും നീരവ് മോദിയും പങ്കാളികളാണ്. നീരവ് മോദിയുടെ സഹോദരി പുത്രനാണ് മെഹുൽ ചോക്സി. നീരവ് മോദി നിലവിൽ ലണ്ടനിലെ ജയിലിലാണ്. ഇയാളെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ബ്രിട്ടനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇരുവരുടെയും സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കണ്ടുകെട്ടിയിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പുകളിലൊന്നാണ് PNB ബാങ്ക് തട്ടിപ്പ്. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. പെറുവിന്റെ തലസ്ഥാനമായ ലിമയിലെ വസതിയിലായിരുന്നു അന്ത്യം. മക്കളാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ മരണവിവരം അറിയിച്ചത്. മാർക്വേസിനൊപ്പം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ച എഴുത്തുകാരനാണ് മാരിയോ വർഗാസ് യോസ. 1936 പെറുവിൽ ജനിച്ച അദ്ദേഹം മാധ്യമപ്രവർത്തകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പെറുവിൻ്റെയും ബ്രസീലിൻ്റെയും ചരിത്രവും സാമൂഹ്യ രാഷ്ട്രീയ സംഭവങ്ങളുമാണ് യോസയുടെ നോവലുകളിലെ മുഖ്യ പ്രമേയം. തെക്കേ അമേരിക്കയിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിൽ അവതരിപ്പിച്ച സാഹിത്യകാരൻ. 2010 സാഹിത്യ നൊബേൽ പുരസ്കാരം യോസയ്ക്കായിരുന്നു. ദ ഫീസ്റ്റ് ഓഫ് ദി ഗോട്ടിനാണ് പുരസ്കാരം. സമകാലിക എഴുത്തുകാർ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂന്നി സാഹിത്യരചന നടത്തിയപ്പോൾ യോസ യാഥാസ്ഥിതിക കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത്. ഇത് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷാശയക്കാരിൽ അദ്ദേഹത്തെ അനഭിമതനാക്കി. എൽബൂം എന്നറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ തരംഗത്തിലെ അവസാന അംഗത്തെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. മാർക്കേസുമായുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ ഭിന്നത സാഹിത്യ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ, കോളേജ് അധ്യാപകൻ എന്നീ നിലകളിലും യോസ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1990 പെറുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ദ ഗ്രീൻ ഹൗസ്, ദ ടൈം ഓഫ് ദി ഹീറോ എന്നിവയാണ് ശ്രദ്ധേയമായ കൃതികൾ. യോസയുടെ കൃതികൾ മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഡൽഹിയിൽ ഓശാന പ്രദക്ഷിണത്തിന് അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് BJP നേതാവ് V മുരളീധരൻ. മുനമ്പ് വിഷയത്തിൽ സർക്കാരും CPM-ഉം സ്വീകരിച്ച നിലപാട് ജനം കണ്ടതാണ്. പാലാ ബിഷപ്പിനെതിരെ കേസെടുത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി എന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് അദ്ദേഹം വരണമെന്നും V മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. അഴിമതി CPM-ന്റെ രാഷ്ട്രീയ സംസ്കാരമായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM കോൺഗ്രസിന്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനേക്കാളും മുന്നോട്ട് പോകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയായ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് YouTube വീഡിയോയുമായി വീണ്ടും രംഗത്ത്. കേസിൽ ന്യായീകരണവുമായാണ് മുഹമ്മദ് ഷുഹൈബ് രംഗത്തെത്തിയത്. തന്റെ കാർ സുഹൃത്തോടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ തന്നെ പ്രതി ചേർത്തതും അങ്ങനെ കണ്ടാൽ മതിയെന്ന വിശദീകരണവുമായാണ് രംഗത്ത് വന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്നും നിന്നിട്ടുള്ളത്. കുട്ടികളെ പോലെ അധ്യാപകർക്കും മൂല്യനിർണ്ണയം വേണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇത് ചില അധ്യാപകർക്ക് ശത്രുതയുണ്ടാക്കിയെന്നും ഷുഹൈബ് പ്രതികരിക്കുന്നു. ലഹരി മാഫിയയ്ക്ക് ചില സ്കൂളുകളുമായും ട്യൂഷൻ സെന്ററുകളുമായും അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ശത്രുത വർദ്ധിപ്പിച്ചെന്നും ഷുഹൈബ് വിശദീകരിക്കുന്നു. അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം. അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി. ഇവിടുത്തെ നിവാസികളായ സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. വീണ്ടും സെബാസ്റ്റ്യന്റെ അരികിലേക്ക് ഓടിയെത്തിയ ആന സെബാസ്റ്റ്യനെ ചവിട്ടി അരയ്ക്കുകയായിരുന്നു. അതൊരു തേനടക്കുമ്പോൾ സമയത്താണ് ഒരു 10 മണി സമയം രാത്രി ഇന്നലെ ആന വന്നതാണ്. അച്ഛൻ്റെ പേര് തമ്പാൻ്റെ മോനാണ് ജവാസ്. അതുവരെ തേനെടുത്ത് വന്ന സമയത്താണ് ഇവർക്ക് സംഭവം അത് രാത്രി 10 മണിക്ക്. എന്നിട്ട് ഞങ്ങൾ ആംബുലൻസ് വിളിക്കാൻ പോയി. 1 മണിക്കൂറിനകത്ത് ആംബുലൻസ് ഒത്തിരി വെൻഡിങ് ആയിരുന്നു. പിന്നെ പോലീസിനെ അറിയിച്ചു. ഞങ്ങളുടെ കൃഷി നശിപ്പിക്കുന്ന ആനശല്യം, വീടുകൾ തകർക്കുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. വീട്ടിന് മുന്നിലേക്ക് വന്ന് ശരിയായിട്ട് നിൽക്കുന്നു. ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ അതിദാരുണമായി മരണപ്പെട്ടു. ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തു വന്ന നിലയിലായിരുന്നു.
സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. സായാഹ്നങ്ങളിൽ ഒത്തുചേർന്ന് ഗ്രാമീണ ഭംഗി നുകരാനും പടിഞ്ഞാറൻ കാറ്റേറ്റ് സമയം ചെലവഴിക്കാനും കോട്ടയം കുമാരനെല്ലൂരിലെ കരിയപാടം ടൂറിസ്റ്റ് വില്ലേജ് ഒരുങ്ങി. കരിയപാടം പാടശേഖര സമിതിയും നാട്ടുകാരും ചേർന്നൊരുക്കിയ പദ്ധതിയിൽ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടത് പലതും ഒരുക്കിയിട്ടുണ്ട്. വിസ്തൃതമായ നെൽപ്പാടവും പാടത്തിനു നടുവിലൂടെ ഒരു തോടും തോടിന് കുറുകെ കടന്നു പോകുന്ന റോഡും എല്ലാം ചേർന്ന് കേരളത്തിന്റെ ഗ്രാമീണതയുടെ എല്ലാ സൗന്ദര്യവും ഒത്തുചേരുന്ന സ്ഥലമാണ് കോട്ടയം കുമാരനെല്ലൂരിന് സമീപമുള്ള കരിയമ്പാടം. ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി പ്രധാന പാതയുടെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും തോട്ടിൽ പെഡൽ ബോട്ടും ഫൈബർ ബോട്ടുകളുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രഭാത സായാഹ്നങ്ങളിൽ കാറ്റുകൊണ്ട് നടക്കാൻ കയർ ഭൂവസ്ത്രം വിരിച്ച 3 മീറ്റർ വീതിയുള്ള നടപ്പാതയും തോടിന്റെ ഒരു വശത്തായുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന ഫുഡ് സ്റ്റാളുകൾക്ക് പുറമെ പ്രദേശവാസികളുടെ തന്നെ ചെറു സംരംഭങ്ങളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കരിയമ്പാടം പാടശേഖര സമിതിയുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായാണ് ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതി യാഥാർത്ഥ്യമായത്. ഭാവിയിൽ ഈ സൈഡിലുള്ള ഈ പാടങ്ങളിൽ ഫാം ടൂറിസം എന്ന് പറയുന്ന ആ ടൂറിസം പദ്ധതിയും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ആഗ്രഹം. ടൂറിസം പദ്ധതിക്ക് സർക്കാരിന്റെയും കോട്ടയം നഗരസഭയുടെയും ഒക്കെ ഭാഗത്തു നിന്നും പിന്തുണയും സഹായവും ലഭിച്ചു. കേവലം വിനോദത്തിനപ്പുറം വിദ്യാർത്ഥികൾക്കടക്കം കൃഷിയെക്കുറിച്ച് അറിയാനുള്ള ഒരവസരം കൂടിയാണ് ടൂറിസ്റ്റ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ കർഭവസ്ത്രം ധരിച്ച ഏറ്റവും വലിയ നടപ്പാതയായിട്ട് കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് മാറിയിരിക്കുകയാണ്. പലയിടങ്ങളിലും പ്രാദേശിക ടൂറിസം പദ്ധതികൾ വികസിച്ചു വരുമ്പോഴും ഓരോ സ്ഥലത്തെയും കാഴ്ചകളും അനുഭവങ്ങളും വേറിട്ടതാണ്. സീസണിന് അനുസൃതമായി ദൃശ്യാനുഭവങ്ങൾ മാറുന്നു എന്നതും കരിയമ്പാടത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ്. കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ടോപ്പ് 10 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.